ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളെ ഫുൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിചാരിക്കും. പക്ഷേ ഒന്നാമത്തെ കാര്യം, എനിക്കിപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ലഞ്ചും ഡിന്നറിനുള്ളതൊരു 12 മണിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ ബാക്കി ഫുൾ ടൈം ഫ്രീ ആണ്, പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല. ഇപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിൽ ഡിന്നർ കഴിക്കാൻ പുറത്തു പോകും, അല്ലെങ്കിൽ മാസത്തിൽ ഹോസ്പിറ്റലിലും പോവും. അതല്ലാണ്ട് വേറെ കണ്ടൻ്റായിട്ട് ഇപ്പോൾ എടുക്കാനൊന്നും വേറെ ഒന്നുമില്ല. അത് ഞാൻ ഷോർട്സ് ആക്കി എടുക്കാറുണ്ട് പുറത്ത് പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ കുക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ എനിക്ക് മടിയാണ്. ഞാൻ വേഗം കിച്ചൺ കയറിയിട്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി ഇറങ്ങാറ്. ആ സമയത്ത് എനിക്ക് വീഡിയോ ഓണാക്കി പിടിച്ച് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചാലും നടക്കാറില്ല. അപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു തോന്നൽ. അപ്പം അങ്ങ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കും കേട്ടോ. ബൂസ്റ്റ് ഉണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കിയതാട്ടോ. ചിരട്ടപ്പൊട്ടിന് തേങ്ങ ചിരവിയത് ഫ്രിഡ്ജിലിരിപ്പില്ല, പിന്നെ പൊളിച്ച് ചിരവാനിപ്പോൾ എനിക്ക് മടി, സമയമില്ല, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, പൊടിഞ്ഞു പോയി. ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ ഞാൻ 2 പഴം എടുത്ത്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല. ചായ വൈകിട്ട് ചില ദിവസങ്ങൾ കുടിക്കും. ഇപ്പോൾ ഒന്നരാട്ട് കുടിക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് തോന്നുമ്പോൾ കുടിക്കാറുണ്ട്. അഥവാ കുടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഷുഗർ ഇടാറില്ല കേട്ടോ. ചിലപ്പോൾ തോന്നുമ്പോൾ ഒരു സ്പൂൺ ഇടും. അതിടേണ്ട ആവശ്യമില്ല, അതിട്ടാലും മധുരം തീരെ അറിയത്തില്ല. പിന്നെ ഫുഡ് പിന്നെ ഡോക്ടർ എന്തൊക്കെ കഴിക്കണം, ഓരോ മാസം എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് പോകുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് കഴിക്കാറ്. എന്തെങ്കിലും ഒരു നോൺ വെജ് ഡെയിലി കഴിക്കണം. പിന്നെ നട്ട്സ്, ബദാം അതുപോലുള്ള ഐറ്റംസ്. കഴിഞ്ഞ മാസം വരെ, ഇപ്പോൾ 7ാമത്തെ മാസത്തിലോട്ട് കിടക്കാൻ നിൽക്കുന്നു. ഇതുവരെ നന്നായിട്ട് മുട്ടയും പാല് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു, ചീരയും പച്ചക്കറിയും എല്ലാം കഴിച്ചായിരുന്നു. ഈ മാസം നന്നായിട്ട് നോൺ വെജും അതൊക്കെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. മുട്ട കഴിച്ചിട്ടാണോ എന്നറിയില്ല, നന്നായിട്ട് പിമ്പിൾസ് വന്നായിരുന്നു. ചില സമയത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ്, ചില സമയത്ത് പിമ്പിൾസ് ഇല്ല. അത് പിമ്പിൾസ് ഇല്ലാണ്ട് ഒരു 2 ആഴ്ച നിൽക്കുകയാണെങ്കിൽ പിറ്റത്തെ ആഴ്ച നന്നായിട്ട് പിമ്പിൾസ് കൂടും മുഖത്ത്. അപ്പോൾ ഹോർമോൺ ചേഞ്ച് ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഡോക്ടറോടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു നന്നായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞായിരുന്നു, പിന്നെ അതിനൊന്നും പോയില്ല. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് കുറവുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാത്തതുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാലിൽ നീര് വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ, ചില ദിവസങ്ങളിൽ കാലിൽ നീരുണ്ട്. പിന്നെ നടുവേദന വരുന്നുണ്ട്. ഓരോ മാസം ഓരോ അസുഖമാണ്. ഇനിയിപ്പോൾ ഒരു 3 മാസം കൂടിയുള്ളൂ. എത്ര പെട്ടെന്ന് മാസമൊക്കെ പോകുന്നത്. ഇന്നിനി പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. ഇന്നലെ എനിക്ക് എണീറ്റപ്പോഴത്തേന് ഭയങ്കര ഒരു ക്ഷീണം, പിന്നെ നടുവേദന ആയതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉച്ചയായപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. ഉറക്കമൊന്നും വന്നില്ല, ചുമ്മാ ഇങ്ങനെ കിടന്ന്. പിന്നെ ഉച്ചയായപ്പോൾ ഇന്നലെ സഞ്ജുവിന് സൺഡേ ആയതുകൊണ്ട് സൺഡേ നേരത്തെ കഴിയും. പക്ഷെ നേരത്തെ കഴിഞ്ഞാലും സൺഡേ ലേറ്റായിട്ടേ വരുള്ളൂ. സൺഡേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടും. അപ്പോൾ സൺഡേ ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആവാൻ വരത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസം നേരത്തെ വരും. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ചിക്കൻ കൊണ്ടുവന്ന് തന്ന. ആ സമയത്ത് ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറ് ഞാൻ ഇച്ചിരി കഞ്ഞിയും അച്ചാറും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു. അങ്ങനെ ഡിന്നറിന് ഞാനത് കറി വെച്ച്, പിന്നെ ചോറ് വെച്ചില്ല. സഞ്ജുവിനോട് വരുമ്പോൾ പൊറാട്ട, ചിക്കൻ, ചപ്പാത്തി എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. വൈകിട്ട് ഞാനൊരു ഷവർമ്മ മേടിച്ച് കഴിച്ച് വിശക്കാണ്ടിരിക്കാൻ. അവൻ ലേറ്റായിട്ടല്ലേ വരിക. ഡിന്നർ ഞാൻ നേരത്തെ കഴിക്കും, 8 മണീൻ്റെ ഉള്ളിൽ 8 മണിയാകുമ്പോൾ കഴിക്കും കേട്ടോ. അങ്ങനെ ഡിന്നർ അവൻ വന്നപ്പോൾ 11:30 കഴിഞ്ഞു കേട്ടോ. എന്തെങ്കിലും മേടിക്കണോ വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മന്തി കഴിക്കാൻ തോന്നി. അപ്പോൾ മന്തി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി മന്തി കഴിച്ച് ലേറ്റായിട്ടാണ് കിടന്നതും. പിന്നെ ഇന്നലെ രാത്രി വെച്ച് ചിക്കൻ കറി അതുപോലെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഇന്നിപ്പോൾ കറിയായിട്ട് അതുണ്ട്. അതുകൊണ്ടൊന്നും ഇനി ഉച്ചക്കൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇച്ചിരി ചോറ് വെച്ചിട്ട് അത് ഞാൻ രാത്രി ഡിന്നറിന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം. പിന്നെന്താ, വേറെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കണേ. സമയം പോകത്തില്ല. ഫോണിൽ എത്ര വെച്ചാൽ കുത്തുക. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഫോൺ കുത്തുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം ഞാൻ കുത്തണ്ടെന്നാ പറയത്തുള്ളൂ, പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. തേങ്ങ ഇടാത്തതുകൊണ്ട് കൂട്ടി രസമല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, മടിയായതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞ് വയറ്റി കിടന്ന് നല്ല ചവിട്ടി വിട്ടുന്നുണ്ട് വിശന്നിട്ട്. ഞാനൊരു 8 മണി 8:30 ഉള്ളിൽ കഴിക്കുന്നത്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഇന്നലെ ലൈറ്റായി കിടന്നുകൊണ്ട് പിന്നെ എണീക്കാൻ മടി. ഞാൻ അലാറം ഓഫാക്കി കിടന്നതായിരുന്നു. പിന്നെ ആരോ ബെല്ലടിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് എണീറ്റത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും എണീറ്റിട്ടുണ്ടാവുമല്ലോ. സഞ്ജു പിന്നെ രാവിലെ പോകുമ്പോൾ എന്നെ വിളിക്കത്തില്ല, അവൻ എണീറ്റ് പൊക്കോളും. ഇത് ബൂസ്റ്റ് കേട്ടോ. ഞാൻ ബൂസ്റ്റ് ഹോർലിക്സൊന്നും കുടിക്കാറില്ല. നമ്മളൊക്കെ ശരിക്കും ഡെലിവറി കഴിഞ്ഞാലും പിന്നെ ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം. ആ ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന റൈറ്റാണ് ബൂസ്റ്റ് ഹോർലിക്സും. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് ഹോർലിക്സും കുടിക്കുക ചെയ്യരുത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആ കുപ്പിയിൽ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുടിക്കില്ല. അത് ഹെൽത്തിയാണെന്ന് നമ്മളേക്ക് വിചാരം. പക്ഷെ ഇതിൽ നന്നായിട്ട് ഷുഗറൊക്കെ ഉണ്ട്. ഞാൻ മേടിക്കാറില്ല. എനിക്കൊരു ഡെലിവറി കഴിഞ്ഞാൽ ഈ സാധനം തുടരുതേന്ന് വിചാരിച്ചിരിക്കലും. സഞ്ജു പിന്നെ അന്ന് വന്നപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ, ഇത്ര പോകുന്നൊരു കുഞ്ഞു ബോട്ടിൽ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുവന്നല്ലേ, വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഷുഗർ ഇടാണ്ട് ഉണ്ടാക്കിയതാട്ടോ. രാവിലത്തെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ വേഗം വാഷിംഗ് മെഷീനിൽ തുണിയിടും കേട്ടോ. അതവിടെ കിടന്ന് അലക്കിക്കോളും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്ക് എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വേഗം അതങ്ങ് കഴിക്കും. പിന്നെ അടിച്ചു വാരി തുടക്കാറ് ഡെയിലി ചെയ്യാറില്ല. ഞങ്ങൾ 2 പേര് മാത്രമല്ല, അതിനുള്ള പൊടി ഉണ്ടാവാറില്ല. അപ്പോൾ 1-2 അടിച്ചു വരാറുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒരു പണിയില്ല. കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടേനും. ചിക്കൻ കറി ഉള്ളതുകൊണ്ട് കുറച്ച് ഉള്ളിക്കൂട്ടാനോ അല്ലെങ്കിൽ മുട്ട വഴറ്റിയിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് കേട്ടോ റംബൂട്ടാൻ. ഇത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ തന്നെ തിന്ന് തീർക്കൂട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ് തോന്നുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്, കടകളിലും പോകുന്ന വഴിക്ക് വീടുകളിലൊക്കെ കാണാം. അപ്പോൾ അധികം വീടുകളിലും ഉണ്ട് ഈ സാധനം. ഇത് ഇന്നലെ സഞ്ജു വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഈ ടൈമിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുവരും കേട്ടോ സഞ്ജു. ഈ ടൈമിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് സീസണിലുള്ളത് അതൊക്കെ ആ ടൈമിൽ കഴിക്കുന്നതാട്ടോ നല്ലത്. ഇത് ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നത് പച്ച കാരക്കല്ലേ, നമ്മുടെ ഈത്തപ്പഴം പച്ച, നല്ല മധുരം ഉണ്ട് കേട്ടോ. ചവർപ്പ് തിന്ന് കഴിയുമ്പോൾ ഒരു ചവർപ്പ് ഇതിനുള്ളതാണല്ലോ, പക്ഷേ ചിലതിന് തീരെ മധുരം ഉണ്ടാവില്ല, വെറും ചവർപ്പായിരിക്കും. പക്ഷേ ഇതിന് നല്ല മധുരമുണ്ട്. ഇതിലുള്ള ഫുള്ള് ഞാൻ ഇന്നലെ തിന്ന് തീർത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ബേബിക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം മേടിച്ചൊരു സംഭവമായിട്ടത്. ഞാൻ സാധനങ്ങൾ മേടിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. 7 മാസം പകുതി ആകുമ്പോഴേക്കും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ എവിടെ നിന്നൊക്കെ മേടിക്കേണ്ടതെന്നൊക്കെയുള്ള ലിസ്റ്റും എന്തൊക്കെ മേടിക്കണം എന്നുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ഞാൻ ഓൺലൈനിൽ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈനിലാകുമ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ടാകും. പക്ഷേ റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് മീഷോന്നൊക്കെ പോയിട്ട് കാണുന്നതെല്ലാം മേടിച്ച് കൂട്ടാൻ നിൽക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കണം. അത്യാവശ്യം നന്നായിട്ട് നോക്കി മേടിക്കണം. അപ്പോൾ ഞാൻ ലിസ്റ്റിലിട്ട് വെച്ചിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു തൊപ്പിയും കയ്യുറയ്ക്ക് വരുന്നൊരു കോംബോ കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇപ്പോൾ ഫേവറേറ്റ് ലിസ്റ്റിലിട്ട് വെച്ചപ്പോൾ പിന്നെ നോക്കുമ്പോൾ എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ബേബിക്ക് മേടിച്ചത് ഇതാട്ടോ. ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് വൈറ്റ് ഇതിൽ ഹലോ ബേബി എന്നൊക്കെ എഴുതിയിട്ടൊരു കുഞ്ഞു തൊപ്പിയും ഷോക്സും പിന്നെ നമ്മൾ കയ്യിലിടുന്ന കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ, സൂപ്പറാണ്. ഇതെപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് ടൈം മേടിച്ചതാണ്. ഇത് 100 രൂപ ഉള്ളൂ കേട്ടോ. 100 സംതിങ് 200-ൻ്റെ അടുത്തുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 100 രൂപയായിരുന്നു, 120 ആയിരുന്നു. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു, മീഷോന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ. പല സമയത്തും പല റേറ്റിലാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയില്ലേ, 100 രൂപക്കുള്ള ഉണ്ട് കേട്ടോ.
പ്രഗ്നൻസി സമയത്ത് കിവി കഴിക്കുന്നത് നല്ല കേട്ടോ, ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. അപ്പോൾ ഇന്നലെ സഞ്ജു വന്നപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. ഇത് എന്തോ വെറൈറ്റിയാണ്, ന്യൂസിലാൻഡിൽ നിന്ന് വന്നതാട്ടോ. കുറച്ച് റേറ്റ് സാധാ കിവിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുമാണ്. ഇന്നലെ ഒന്ന് സഞ്ജു രാത്രി ഒന്ന് കഴിച്ച്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറാണ്. ശരിക്കും കിവിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറായിരിക്കുമല്ലോ, ഇത് യെല്ലോ കളറാട്ടോ. മറ്റേനേക്കാളും കുറച്ച് വലിപ്പവും ഒക്കെ ഉണ്ട്. ന്യൂസിലാൻഡിൽ നിന്ന് വന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ കഴിച്ചില്ല, മധുരം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും കഴിച്ചു നോക്കാം. ഇതൊരു ഗോൾഡൻ യെല്ലോ കളറാട്ടോ. ഇതിൻ്റെ പേര് തന്നെ ഗോൾഡൻ കിവി എന്നാണ്. കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ട്. ഡെയിലി ഒരു കിവി കഴിക്കുന്നത് നല്ല കേട്ടോ. ഞാൻ അധികം കഴിച്ചിട്ടുള്ളത് മാംഗോയാണ്. ഫ്രൂട്ട്സിൽ ഡെയിലി ഒരു മാംഗോ കഴിക്കാറുണ്ട്. ഇപ്പം മാംഗോൻ്റെ സീസൺ ആയതുകൊണ്ട് നാടൻ മാങ്ങയും എല്ലാ മാങ്ങയും കിട്ടുമല്ലോ. നല്ല മധുരമുണ്ട്. ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഈ ടൈം ആകുമ്പോൾ, ഇപ്പോൾ ഒരു 11:30 11:45, പിന്നെ വൈകിട്ട് ഒരു 3 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കും. കിടക്കാൻ നേരത്ത് ചിലവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. ഫുഡ് കഴിച്ച ഉടനെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സാധാ കിവിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. 100 സംതിങ്ങിന് 3 കിവി കിട്ടിയുള്ളൂ. മറ്റേ കിവിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലുണ്ട് കേട്ടോ ഇതിന്. സംഭവം കൊള്ളാം. ഒരു കുഴി അങ്ങ് പാസ്സാക്കി. തണുപ്പ്. ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ നല്ലൊരു മഴ ചോർന്നിട്ട് പോയി. ഇന്നലെ മഴയെ പെയ്തിട്ടില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോൾ കുളിക്കാൻ മടിയാണ്, പക്ഷെ കുളിക്കാണ്ടിരിക്കില്ല. ഏറെ ഞാൻ വീക്കിലി 2 ഡേയ്സ് മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. ചൂടുവെള്ളത്തിൽ കുളിച്ച് ചില സമയത്ത് തണുക്കുമ്പോൾ മടി തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കി കുളിക്കും. അപ്പോൾ 12:30 ഇനി ഒരു 1 മണിയാകുമ്പോൾ, കറക്റ്റ് 1 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും കേട്ടോ. ലഞ്ച് കറക്റ്റ് 1 മണിയാകുമ്പോൾ കഴിക്കും. എനിക്കറിയത്തില്ല, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒരേ ടൈമിൽ കഴിച്ച് പോകുന്നതുകൊണ്ട് അത് കറക്റ്റ് സമയമാകുമ്പം വിശക്കും. അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴാണ് പ്രശ്നം. പുറത്ത് പോകുമ്പോൾ ആ ടൈമിൽ ഫുഡ് കിട്ടിയില്ലെങ്കിൽ കൈയും കാലൊക്കെ തളർന്ന പോലെ തോന്നും. പിന്നെ കുളിക്കുന്നതിൻ്റെ മുമ്പിൽ പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടാട്ടോ. ഞാനൊരു റീൽസിൽ ഡോക്ടർ പറയുന്നൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട്, ഞാനിവിടെ ഹെൽത്ത് സെൻ്ററോട് അടുത്താണ് TT അടിക്കാൻ പോകുമ്പം ഫസ്റ്റ് പോയപ്പോൾ അവിടുത്തെ നേഴ്സും പറഞ്ഞിരുന്നു, കുളിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് മേല് നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ, ഓയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വഴുക്കി വീഴരുത് ബാത്റൂമിലൊന്നും. നന്നായിട്ട് വയറിലൊക്കെ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15-20 മിനിറ്റിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്തായാലും എത്ര നല്ല ഭംഗിയുള്ള വയറാണെങ്കിലും ഒരു ചെറിയ മാർക്കെങ്കിലും വരാണ്ടിരിക്കില്ല ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എൻ്റെ വയറും നല്ല വെളുത്ത, നല്ല ഒരു പാടും ഇല്ലാത്ത വയറാണ്. പക്ഷെ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാക്കായി വന്നിട്ടില്ല. എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തിളക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ബ്ലാക്ക് മാർക്ക് വരില്ലേ, ഒരു വര പോലെ, അത് ഈ പുട്ടിൻ്റെ ഈ സൈഡിലായിട്ട് 2-3 വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നഖം കൊണ്ട് മാന്തുമ്പോഴാണ് വരിക എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ എന്ത് മാന്തിയാലും മാന്തിയിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ ശരീരം, നമ്മുടെ വയറൊക്കെ വലുതാകുന്ന സമയം, അപ്പോൾ എന്തായാലും വരും. അപ്പോൾ മാക്സിമം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തേച്ചാലും വരൂല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കുറവുണ്ടാവും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഓയിൽ നന്നായിട്ട് കയ്യിലും നെയ്യിലും വയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുളിക്കണം. ഞാനിപ്പോൾ ഡെയിലി ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ വെച്ചാൽ മതി. പക്ഷെ ഞാൻ കുറച്ച് മുഖത്ത് മേലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു ഓയിലുണ്ടായിരുന്നു. കുറച്ച് നാടൻ മരുന്നുകളൊക്കെ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് തേക്കാറ്. പക്ഷെ നമ്മൾ എത്ര തേച്ചാലും നമുക്ക് 1-2 പേരെങ്കിലും വരാണ്ടിരിക്കില്ല. ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് കാണും. എന്നാലും ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ കുറവുണ്ടാവും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. സവാളയും കൊണ്ടൊരു ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കി.
പിന്നെ 2 മുട്ട ചിക്കി ഇങ്ങനെ എന്താ കുത്തി കലക്കി വയ്ക്കില്ലേ, അതുപോലൊരു ഉള്ളിയൊന്നും ഇടാണ്ടൊരു മുട്ടയും കൊണ്ടങ്ങനെ ഉണ്ടാക്കി. ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ലഞ്ച് റെഡി. ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് മധുരം. ചോക്ലേറ്റ് ആണെങ്കിലും ഡയറി മിൽക്ക് അടക്കം കഴിക്കും, അല്ലാണ്ട് മിഠായികൾ, സ്വീറ്റ്, ലഡു, ജിലേബി അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല. എരിവും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ. ഇപ്പോൾ കുറച്ചായിട്ട് ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിയിട്ട് കുറച്ച് ദിവസം അങ്ങനെ ഒരു ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനോട് വലിയ ക്രേവിങ് തോന്നുന്നില്ല. ഡയറി മിൽക്കൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എടുത്തു തോന്നും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ മധുരം തിന്നാൻ തോന്നും. അപ്പോൾ അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും. ഐസ്ക്രീം പിന്നെ അധിക ദിവസം ഒന്നെങ്കിൽ സഞ്ചി കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലുണ്ടാവും. പിന്നെ രാത്രി സഞ്ജുവിനുള്ളതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാത്രി കുറച്ച് കഴിയുമ്പോൾ ഒരു ഐസ്ക്രീം തിന്നാൻ തോന്നില്ല. അപ്പോൾ പിന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ഉള്ളതുകൊണ്ട്, ഇൻസ്റ്റാമാർട്ടൊക്കെ ഉള്ളതുകൊണ്ട് സാധനം എപ്പോൾ ഓർഡർ ചെയ്താലും 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെ സാധനം എത്തുന്നതുകൊണ്ട് വളരെ ഉപകാരമാണ്. നല്ല എല്ലായിടത്തും വരണം ശരിക്കും അങ്ങനത്തെ നാട്ടിലൊക്കെ. ഇവിടെ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗിയൊക്കെ അടിപൊളിയാണ്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് 10 മിനിറ്റിനുള്ളിൽ സാധനം വീട്ടിലെത്തും. ഇപ്പോൾ പെട്ടെന്ന് കറി വെക്കുമ്പോൾ തക്കാളിയോ മുളകോ മല്ലിച്ചപ്പോ എന്തില്ലെങ്കിലും അതിൽ കുത്തിയാൽ മതി, കറി സെറ്റാവും. നമ്മൾ സവാള അരിയുന്നതിന് മുമ്പ് വീട്ടിൽ സാധനം വരും. അടിപൊളിയാണ്. അതുള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ, ഇതിൻ്റെ സീസണാകുമ്പോൾ ഇത് കടയിൽ കാണുമ്പോൾ സഞ്ജുവിനോട് പറയുമ്പോൾ സഞ്ജു പറയും ഇത് കൊള്ളത്തില്ല, ചവർപ്പാണ്, രസമില്ല എന്ന് പറയും. ഇത് പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സംഭവം കൊള്ളത്തില്ല എന്ന്. അപ്പോൾ പിന്നെ ഇതുവരെ മേടിച്ചിട്ടില്ല. കഴിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സഞ്ജു കിവിൻ്റെ കൂടെ കൊണ്ടുവന്നതായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇത് പിങ്കാണോ വൈറ്റാണോ? കളറൊക്കെ കൊള്ളാം. ഇത് ഇതുവരെ വീട്ടിലുള്ളത് പിന്നെയും മധുരമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് ഇതുവരെ ആരും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ കഴിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. സംഭവം ഒരു വികാരമില്ലാത്ത ഫ്രൂട്ട്. ചവർപ്പൊന്നും തോന്നുന്നില്ല, മധുരമല്ല. ഇനിയിപ്പോൾ ഷെയ്ക്ക് അടിച്ചാൽ എന്തായിരിക്കും അറിയില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ പലരും അവക്കാഡോ കൊള്ളത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, പക്ഷെ അവക്കാഡോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അവക്കാഡോ വെറുതെ തിന്നുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തത്. അത് ബട്ടറിൻ്റെ ചുവയായിട്ടാണല്ലോ നമ്മളെ ബ്രെഡിൽ ബട്ടർ തേക്കുന്നതിന് പകരം ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തേക്കാനും ഷേക്ക് അടിച്ച് കുടിക്കാനൊക്കെ നല്ല സംഭവമാണ് അവക്കാഡോ. സഞ്ജുവിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അവക്കാഡോ കഴിക്കുന്നത് വയനാട് ചെന്നിട്ടാണ്. വയനാട് ഇഷ്ടം പോലെ ഉണ്ട് ഇത്. സഞ്ജുവിൻ്റെ വീട്ടിൽ അവിടെ ചെന്നിട്ട് തന്നെ ഫസ്റ്റ് ടൈം കാണുന്നത്. അത് കൊറോണൻ്റെ ലോക്ക്ഡൗൺ ആയ സമയത്ത് അന്ന് ഈ സാധനം കണ്ടപ്പോൾ ഇത് ഈ ഫോണിലൊക്കെ കാണുന്ന സാധനമല്ലേ എന്ന് വിചാരിച്ചു. അന്ന് ഞാൻ കുറച്ചൊന്നല്ല അത് കുടിച്ചിരിക്കുന്നത്. കുടിച്ച് മടുത്ത സാധനമാട്ടോ എനിക്ക്. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല പൈസ കൊടുത്ത് മേടിക്കണത്.
അത് പലരും കഴിച്ചിട്ട് കൊള്ളില്ല എന്ന് പറയും. പക്ഷേ ചീസും ബട്ടറും ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ബ്രെഡിൽ വെച്ച് കഴിക്കാനും പിന്നെ ഷേക്ക് അടിക്കാനും സ്മൂത്തി അടിക്കാനൊക്കെ സൂപ്പർ ഇതാണ്. പക്ഷേ ഇത് പറയും പോലെ ഒരു രസമില്ല. പക്ഷെ കയ്പും പുളിയൊന്നുമില്ല, ഒരു ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മധുരട്ട് കഴിച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ട് ഗ്യാസ് കയറിയതുകൊണ്ട് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. പിന്നെ സഞ്ജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ടും വൈഫും കൊച്ചും ഇങ്ങോട്ട് മുകളിലോട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇന്ന് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ അവർക്കുള്ള ഡിന്നറും കൂടി ഇന്ന് ഞാൻ വീട്ടിലിവിടെ ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തി ഓർഡർ ചെയ്ത്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറി തികയില്ലേന്നൊരു ചെറിയ ഡൗട്ടുള്ളതുകൊണ്ട് ഒരു ബീഫ് കറിയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് എല്ലാവരും പാടി ഇരുന്ന് ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിക്കാൻ കുറച്ച് ലേറ്റാവും ചെയ്തു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ടാബ്ലറ്റ് എടുത്തു. ഇനി കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഞാൻ ഡെയിലി എന്താ ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെറും ഫുഡ് മാത്രമേ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിലുള്ളൂ തോന്നുന്നുണ്ട്. ഇന്ന് വേറെ പണികളൊന്നും നടക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.